നമസ്കാരം. ന്യൂസ് ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം വിഷയത്തിൽ ഏകദിന സെമിനാറും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO ദിലു ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച് NTBR സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് കൈമാറി. NTBR സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കിഷൻ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ഷിക സുരേന്ദ്രനാണ് കത്ത് കൈമാറിയത്. നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിലെ 4 ഗട്ടറുകൾ തകർന്നു വീഴുന്നത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് തേടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വേതനാനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUസിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ BA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഭരണഘടനാപരമായി ഒരു സമുദായത്തിൽ ലഭിച്ച അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുകയാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ. വഖഫ് നിയമ ഭേദഗതി, ഈ വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിക്കണം. വഖഫ് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന് രാജ്യത്തിന്റെ ഭരണഘടന 19 മുതൽ 27 വർഷങ്ങളിൽ രേഖപ്പെടുത്തിയ മതസ്വാതന്ത്ര്യം, ആ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച വഖഫ് നിയമം. വഖഫ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ജഗനിയന്താവായ ദൈവത്തിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫ് ഒരിക്കൽ പോലും ഒരു വ്യക്തിക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന ഒരു നിയമം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിക്കണം. മുസ്ലിം സംയുക്ത വേദി ചെയർമാൻ ഇക്ബാൽ സാഗർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KS അഷ്റഫ്, റഹ്മത്തുള്ള മുസ്ലിയാർ, ഹാരിസ് സലീം എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ പ്രതിഷേധ ധർണയിൽ സംബന്ധിച്ചു. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം വിഷയത്തിൽ ഏകദിന സെമിനാറും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO ദിലു ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാലയും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO ദിലു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആയിക്കൊള്ളുക. നിങ്ങൾ പറയുമ്പം അവർക്ക് തോന്നാം സംതിങ് ഡിഫറെന്റ് ആണ്. അതായത് പഠിക്കാൻ വരുന്നവർക്ക് തോന്നണം എന്തോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ ആവുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ശ്രമിക്കണം. ഇനി അങ്ങനെ ആവാൻ പറ്റിയില്ലെങ്കിലോ അതിലേക്കുള്ളൊരു പ്രയാണമെങ്കിലും ആയിരിക്കണം. അതിലേക്കുള്ളൊരു നടന്ന നീങ്ങലെങ്ങനെ എങ്കിലും ആയിരിക്കണം മിനിമം നിങ്ങളുടെ രീതികൾ. ഞാൻ നിങ്ങളെ വിളിച്ചപ്പം യഥാർത്ഥ ഇൻസ്ട്രക്ടർ വരണമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ യഥാർത്ഥ ഓണർ വരണമെന്നല്ല പറഞ്ഞത്. റിയലായിട്ട് ആൾക്കാരുമായി സംവദിക്കുന്ന, ആൾക്കാരുമായി ഇടപെടുന്ന, ആൾക്കാരെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് നിങ്ങളൊരു സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടത്, ആൾക്കാരെ പഠിപ്പിക്കും, നിങ്ങൾ എന്തൊക്കെയാണ് കേട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KR തമ്പി സെമിനാറിലെ വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ രാംജി K കരൺ, V അനിൽകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ SB ജോയ്, MR ഷിബുകുമാർ, K രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ RTOക്ക് കീഴിലുള്ള അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ 200ഓളം ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർ ചടങ്ങിൽ സംബന്ധിച്ചു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച് NTBR സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് കൈമാറി. NTBR സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കിഷൻ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ഷിക സുരേന്ദ്രനാണ് കത്ത് കൈമാറിയത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച്
നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്തു നൽകി. സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കിഷനാണ് വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ഷിക സുരേന്ദ്രന് കത്ത് സമർപ്പിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഓഗസ്റ്റ് 30 നടത്താൻ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നേരത്തെ ധാരണയായിരുന്നു. ഈ തീയതിയിൽ വള്ളംകളി നടത്താനുള്ള അനുമതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ തീയതി സംബന്ധിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിച്ചതിൽ ആർക്കും എതിർപ്പില്ലെന്നാണ് വിവരം. അതിനാൽ സംസ്ഥാന സർക്കാരിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും അനുമതി വാങ്ങുന്നതോടെ വള്ളംകളിയുടെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 1954 മുതൽ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച നടത്തിയിരുന്ന വള്ളംകളിയാണ് പുതിയ തീയതിയിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിലെ 4 ഗട്ടറുകൾ തകർന്നു വീണത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് തേടി. ദേശീയപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ 4 ഗട്ടറുകൾ തകർന്നു വീണ സംഭവത്തിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് സമർപ്പിക്കാൻ 12-നാണ് ടീം ലീഡറോട് NHAI പ്രോജക്ട് ഡയറക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന. മറ്റു ഗഡറുകൾ സമാനമായി തകർന്നു വീഴാതിരിക്കാൻ ഗഡറുകൾ ഉയർത്തി സ്ഥാപിക്കുമ്പോൾ തന്നെ വശങ്ങളിൽ സ്ഥാപിക്കുന്ന എൻഡ് ബീമുകൾ ഉറപ്പിക്കാനും ക്രോസ് ബ്രേസിംഗ് ചെയ്യാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉയർത്തിവെച്ച മറ്റു ഗഡറുകളിലും അപകടശേഷം ക്രോസ് ബ്രേസിംഗ് ചെയ്തിരുന്നു. ഇനി ഉയർത്തിവെക്കുന്നവയിലും സമയതാമസമില്ലാതെ ക്രോസ് ബ്രേസിംഗ് ചെയ്ത് ബലം ഉറപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നേരത്തെ സ്വീകരിച്ച നടപടികളെ കുറിച്ചും റിപ്പോർട്ട് നൽകിയേക്കും. അപകടത്തിന് കാരണക്കാരായവരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ആലപ്പുഴ ബൈപ്പാസിലെ 17-18 തൂണുകൾക്കിടയിലെ 4 ഗട്ടറുകളാണ് മാർച്ച് 3 രാവിലെ 10:30 നിലം പതിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വേതനാനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUസിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22 മുതൽ 26 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വേതനാനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUസിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഓരോരോ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കപ്പെട്ട ജില്ലാ കമ്മിറ്റികളാണ് അത്തരം സമരപരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ സമരം 22-ാം തീയതി രാവിലെ 10 മണിക്ക് AITUസിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ റവന്യൂ മന്ത്രി സഖാവ് KP രാജേന്ദ്രനാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിന്റെ സമാപനം 26-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ്. AITUസിയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് TJ ആഞ്ചലോസ് ആണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 100 കുട്ടികൾക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്കൂൾ പാചക തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്ന വേതനത്തിൽ നിന്നും പകുതി വേതനം പകരം സംവിധാനത്തിൽ കൊണ്ടുവരുന്ന സഹതൊഴിലാളിക്ക് കൊടുക്കേണ്ടി വരുന്നത് മൂലം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കൂലി തന്നെ പകുതിയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്കൂൾ പാചക തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്ന സമീപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നത്. തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സർക്കാരിന് സമർപ്പിക്കുന്ന നിവേദനങ്ങളെയും പ്രതിഷേധങ്ങളെയും അവഗണിക്കുന്ന സമീപനമാണ് പലപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഈ സമീപനത്തിന് മാറ്റമുണ്ടാക്കി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും സ്കൂൾ പാചക തൊഴിലാളികളെ പാർട്ട് ടൈം ജീവനക്കാരായി സർക്കാർ അംഗീകരിച്ചിട്ടും തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പാചക തൊഴിലാളികളെ പാർട്ട് ടൈം ജീവനക്കാരായി അംഗീകരിക്കാത്തത് പ്രതിഷേധാർഹവും തൊഴിലാളികളോടുള്ള തികഞ്ഞ അവഗണനയുമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി B നസീർ, MM മായ, സന്തോഷ് ബെൻ, K സുരേന്ദ്രൻ, L മഹേശ്വരി എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം വിഷയത്തിൽ ഏകദിന സെമിനാറും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO ഉദ്ഘാടനം ചെയ്തു.
നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പുതിയ തീയതിക്ക് അനുവാദം ചോദിച്ച് NTBR സൊസൈറ്റി വിനോദസഞ്ചാര വകുപ്പിന് കത്ത് കൈമാറി. NTBR സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കിഷൻ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രനാണ് കത്ത് കൈമാറിയത്. നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗമായുള്ള മേൽപ്പാലത്തിലെ 4 ഗട്ടറുകൾ തകർന്നു വീഴുന്നത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് തേടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വേതനാനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUസിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.